ഇപ്പോൾ കേരളത്തിൻ്റെ ചിത്രമങ്ങ് മാറുകയാണ്. ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ, ഇപ്പുറത്ത് ദേശീയ പാത, നാഷണൽ ഹൈവേ, അതിൻ്റെ ഇങ്ങേയറ്റത്ത് മലയോര ഹൈവേ, ഇതിനിടയിലൂടെ 600ഓളം കിലോമീറ്റർ ദൈർഘ്യമുള്ള ജലപാത. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. എന്ത് മനോഹരമായ നടക്കാത്ത സ്വപ്നം. കുഴിയിൽ നിന്ന് കുഴിയിലേക്ക് കയറിക്കൊണ്ടാണ് വെങ്ങളം അഴിയൂർ സ്ട്രെച്ചിൽ യാത്രക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പം പൊളിഞ്ഞു തുടങ്ങി, പലയിടത്തിലും യാത്ര ചെയ്യാനാത്ത അവസ്ഥയുണ്ട്. അതൊരു വലിയ കാര്യമാണോ? ഈ റോഡിന്റെ അവസ്ഥയൊന്ന് കാണുക. ഓ വേണ്ട, വയറ് തിക്കോടി പെരുമാൾപുരത്താണ്. സർവീസ് റോഡിൽ വഴിനീള കുഴികളാണ്. കുഴിയിൽ വീണ് നടുപൊടിഞ്ഞാണ് യാത്രക്കാരെ ഏതായാലും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അപകടങ്ങളും പതിവായി മാറിയിരിക്കുകയാണ്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. ഈ NH-66 തന്നെ ഏറ്റവും മന്ദഗതിയിൽ നിർമ്മാണം നടക്കുന്ന ഒരു സ്ട്രെച്ചാണ് അഴിയൂർ വെങ്ങളം സ്ട്രെച്ച്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു ഇപ്പോഴൊക്കെ? ഏതായാലും ഇന്ന് ഗതാഗത കുരുക്ക് കുറച്ച് കുറവാണ്. ആശ്വാസമായി. എങ്ങനെയുണ്ട് റോഡ്? 30 രൂപന്റെ ഓട്ടം പോയാൽ 10 രൂപ വർഷാപ്പ് കൊടുക്കേണ്ട സ്ഥിതിയാ. നമുക്ക് നിങ്ങൾക്ക് റോഡ് ഉണ്ടാക്കി തരേണ്ട കർത്തവ്യം മാത്രമേ ഉള്ളൂ. അത് സംരക്ഷിക്കേണ്ടത് നിങ്ങളെ നാട്ടുകാരാണ്, അല്ലാണ്ട് ഞാനല്ല. മനസ്സിലായോ? സമ്മതിച്ചു കൊടുക്കണം കേട്ടാ. ജനങ്ങള് പഠിക്കണം, പഠിച്ചേ മനസ്സിലാവുള്ളൂ. അടുത്ത വർഷം വോട്ട് ചെയ്യൂല. കാസർഗോഡ് ഈ റൂട്ടിൽ പോകണമെങ്കിൽ ഒരു 10 മണിക്കൂറെങ്കിലും എടുക്കേണ്ടി വരും. നമ്മുടെ നാടിന്റെ ഓരോ ഗതികേട്. എന്നിട്ട് ജനങ്ങൾ രോഗികളായിക്കൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യം ഇല്ല. പിന്നെ വാഹനമാണെങ്കിൽ വളരെ പതുക്കെയാണ് പോകാൻ പറ്റുന്നുള്ളൂ. വാഹനങ്ങൾക്ക് പിന്നെ പോകാനാകുന്നില്ല. ആംബുലൻസിനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. ജനങ്ങളുടെ ക്ഷമയെ നമ്മൾ പരീക്ഷിക്കാൻ പാടില്ല. ഈ ഭരണം വന്നതിന് ശേഷം ഇവിടെ പിരിച്ചുവിടലും പിരിക്കലും മാത്രമല്ലേ നടക്കുന്നുള്ളൂ. അതാ പറഞ്ഞത്. പ്രദേശത്തുള്ള കടകൾ ഇതിന്റെ ഭാഗമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. ആണോ? എനിക്കറിയില്ലായിരുന്നു ചേട്ടാ. ഞാനൊക്കെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ കട അടച്ചിട്ട് 2 വർഷമായി. സത്യമാണോ ഈ പറയുന്നത്? അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കെല്ലാം വീടുകൾക്ക് എല്ലാം വെള്ളം കയറിയിട്ട്, ഈ വർക്കിന്റെ ഭാഗമായിട്ട് വെള്ളം കയറിയിട്ട് പിന്നെ വീടുകൾക്കൊക്കെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ഇത്രയും അധപ്പതിച്ച ഒരു സംസ്ഥാനം ലോകത്ത് കേരളത്തിലെ ജനങ്ങൾ ചെയ്ത ആകെ ഒരു തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇത്തരത്തിലുള്ള മന്ത്രിമാരെ തെരഞ്ഞെടുത്താണ്. കുത്തും ആലോചിക്കണം. വോട്ടേ കുത്തും ആലോചിക്കണം. അത് ജനങ്ങൾ ചെയ്ത തെറ്റാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. വികസനത്തിന് ഞങ്ങളെതിരല്ല, പക്ഷേ വികസനം വരുന്നതോടുകൂടി ജനങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാണ്ടാകുക ഈ അവസ്ഥയിൽ. ശരിക്കും ജനങ്ങൾ കുടിവെള്ളം ചോദിച്ചാൽ ചെളിവെള്ളം കൊടുക്കുന്ന ഈ ഭരണകക്ഷിക്കാരെ ചൂല് കൊണ്ട് അടിച്ചിറക്കണം. ഇവരെ വർക്കും വെച്ചാൽ വളരെ ക്വാളിറ്റി മോശമാണ്. ശരിക്കും ഏകദേശം 1.5 വർഷമായിക്കാണ് സർവീസ് റോഡ് ചെയ്തിട്ട്. ഇതുപോലൊരു നാറിയ ഭരണം വലിയ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, ഗതികെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഭരിക്കണ്ട. എല്ലാറ്റിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളാ. വീണ്ടും LDF വരും, എല്ലാരെയും ശരിയാക്കും.